ഹായ് നമസ്കാരം. വാസ്തുവിദ്യത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ, അതായത് വാസ്തുജ്ഞാനധാര എന്ന് പറയുന്ന സീരീസിലെ കാർ പോർച്ചിൻ്റെ രണ്ടാമത്തെ വീഡിയോ. കാർ പോർച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ നോർത്ത് വെസ്റ്റ് ഡൈനാമിക് സോണാണ്. വരവ് പോക്ക് ചലനാത്മകത എല്ലാം കണക്കിലെടുത്ത് നോർത്ത് വെസ്റ്റാണ് ഏറ്റവും നല്ല പൊസിഷൻ എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. പക്ഷേ എപ്പോഴും നോർത്ത് വെസ്റ്റ് കിട്ടണമെന്നില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. നോർത്ത് വെസ്റ്റ് പറ്റാത്ത സമയത്ത് അടുത്ത പൊസിഷനിലേക്ക് നമ്മൾ പോവേണ്ടതായിട്ട് വരും. അങ്ങനെ വരികയാണെങ്കിൽ ഒരു സെക്കൻഡ് പൊസിഷൻ എന്ന നിലയിൽ ഇപ്പോൾ കണ്ടംപററി വാസ്തുവിൽ ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റാണ്, തെക്ക് കിഴക്കേ ഭാഗം. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അഗ്നികോണും നമ്മുടെ EV ചാർജിങ് സ്റ്റേഷനും ഒക്കെ വയ്ക്കാൻ എളുപ്പം ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആംഗിളിലും കണക്കിലെടുക്കുമ്പോൾ ഇലക്ട്രിക്കൽ ഗാഡ്ജറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും സൗത്ത് ഈസ്റ്റ് നല്ലൊരു സോണായിട്ട് വേണമെങ്കിൽ മോഡേൺ വാസ്തുവിൽ നമുക്ക് കണക്കാക്കാം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് സൗത്ത് ഈസ്റ്റ് നമ്മൾ കാർ പോർച്ച് വയ്ക്കാൻ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റിൽ നിന്ന് മാറുന്നൊരവസ്ഥ വരും. അതായത് കിച്ചണിന് ഏറ്റവും നല്ല സ്ഥാനം അഗ്നികോണം നമ്മൾ ഒഴിവാക്കേണ്ടി വരുന്ന ഒരവസ്ഥയും അത് കാർ പോർച്ചിലേക്ക് വിടാനായിട്ടുള്ള നമ്മളൊരു ഇതും വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ സൗത്ത് ഈസ്റ്റ് എന്നുള്ള ഒരു കിച്ചണിൻ്റെ ഐഡിയൽ സ്ഥാനം, നമുക്ക് കാറാണോ കിച്ചണാണോ വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കിച്ചൺ തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് കൊണ്ട് സൗത്ത് ഈസ്റ്റ് ഒരു ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. പക്ഷേ നമ്മൾ സൗത്ത് ഈസ്റ്റ് ഫ്രണ്ടിലൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും പലരും പറയും ഫ്രണ്ടിൽ കിച്ചൺ വരുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ നോർത്ത് വെസ്റ്റിലേക്ക് കിച്ചൺ ആക്കുന്നു, വായുകോണിലേക്ക് കിച്ചൺ ആക്കുന്നു എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും സൗത്ത് ഈസ്റ്റ് സോൺ കാർ പോർച്ചിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്, പ്രശ്നമൊന്നുമില്ല. ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ അഗ്നിയുടെ സ്ഥാനമായതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഫയർ ആക്ടിവേറ്റഡ് ആവാനുള്ള സാധ്യതകളും കൂടുതലാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം ഇത്തരം സിറ്റുവേഷൻസിൽ വളരെ സേഫ്റ്റി ക്രൈറ്റീരിയാസ് നല്ല രീതിയിൽ ഫോളോ ചെയ്തിട്ട് വേണം സൗത്ത് ഈസ്റ്റിൽ കാർ പോർച്ച് കൊടുക്കാൻ എന്നുള്ളതും നമ്മൾ നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ളൊരു പോയിൻ്റാണ്. നമ്മളെപ്പോഴും വാസ്തുവിനെ നോക്കി കാണുമ്പോൾ ട്രഡീഷണൽ വിസ്ഡത്തിനെ മോഡേൺ നോളജുമായിട്ട് അല്ലെങ്കിൽ മോഡേൺ റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള നോളജുമായിട്ട് സംയോജിപ്പിച്ച് കൃത്യമായിട്ടുള്ള ചിന്താധാരയിലൂടെ കൊണ്ടുപോയി വേണം നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ. ബ്ലൈൻഡായിട്ട് നമ്മളൊരു കാര്യം അങ്ങനെ ഫോളോ ചെയ്യാതെ അതിൻ്റെ ആവശ്യകതയും അതിൻ്റെ ഫങ്ഷനാലിറ്റിയും വാസ്തുവും എല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻക്ലൂസീവ് ഡിസൈൻ. ഞാനിപ്പോൾ എപ്പോഴും പറയും വാസ്തു ബേസ്ഡ് ഡിസൈൻ എന്നതിന് പകരം വാസ്തു ഇൻക്ലൂസീവ് ഡിസൈൻ എന്ന് വേണം നമ്മൾ പറയുന്നത്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ ആർക്കിടെക്ചറിൽ വാസ്തുവിൻ്റെ ഗുണങ്ങളെ കൃത്യമായി പാസ് ചെയ്തുകൊണ്ടുള്ള ഡിസൈൻസ് വേണം നമ്മളിപ്പോൾ ചെയ്യാൻ. കാര്യം ഒരുപാട് ടെക്നോളജി വലുതായി, നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സെലക്ഷൻ ഓഫ് മെറ്റീരിയൽസ് മുതൽ നമുക്ക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറും എല്ലാം വളരെ മനുഷ്യൻ വളരുന്നതനുസരിച്ച് അത്രത്തോളം ടെക്നോളജി വളരുകയും ഇത്തരം കാര്യങ്ങൾക്ക് വളരെ നല്ല നല്ല മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് മാത്രം പിടിച്ചു നിൽക്കാതെ ആ പോയിന്റിലുള്ള എന്തുകൊണ്ടാണ് ഇന്ന സ്ഥലത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇന്ന സ്ഥാനത്ത് കൊടുക്കുന്നത് നല്ലതാണെന്ന് പറയുന്നു എന്ന് മനസ്സിലാക്കി വേണം നമ്മളത് ചെയ്യാനായിട്ട്. അപ്പോൾ സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന പോയിന്റ് വളരെ അനുയോജ്യം തന്നെയാണ് കാർ പോർച്ചിന്. അപ്പോൾ അത് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അവിടെ കാർ പോർച്ച് എൻ്റെ അടുത്ത് ഒരാൾ വിളിച്ച് ചോദിച്ചിട്ട് സൗത്ത് ഈസ്റ്റിലാണ് കാർ പോർച്ച് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ അതൊന്ന് മാറ്റണോ അല്ലെങ്കിൽ അതിന് പൊളിച്ച് കളയട്ടെ. ആരോ പറഞ്ഞു സൗത്ത് ഈസ്റ്റിൽ കാർ പോർച്ച് പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തത്വമില്ല. ഇതെല്ലാം വ്യക്തികളുടെ ഇൻ്റർപ്രിറ്റേഷൻസ് വരുന്നത് ഇതിന് കൃത്യമായ ഒരു ഓതൻറ്റിക് ഇൻഫർമേഷൻ റെക്കോർഡിക്കലായിട്ട് ഇല്ലാത്തതുകൊണ്ടാണ്. കാർ പോർച്ച് എന്ന് പറയുന്നത് വാസ്തുവിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ട് കളിയാക്കി ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, പണ്ട് ആനപ്പുറത്ത് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ആനയെ വാഹനമായി ട്രീറ്റ് ചെയ്തിട്ട് ആനയ്ക്ക് ഇന്ന സ്ഥാനം കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതല്ലേ കാർ പോർച്ചിൻ്റെ സ്ഥാനമെന്ന് കളിയാക്കി ഒരാൾ ചോദിച്ചു. ഈ കളിയാക്കി പരിഹാസത്തിനകത്തും ഒരു തത്വം അടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതായത് അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പക്ഷേ ആന എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആനയ്ക്ക് ഒരു പ്രത്യേകിച്ച് ആനയെ പണ്ട് തറവാടുകളിലേക്ക് കെട്ടിയിരുന്നൊരു സ്ഥാനമുണ്ട്. അപ്പം ആ സ്ഥാനത്തിന് അതിൻ്റെ വെഹിക്കിളായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് മാത്രമല്ല അവിടെ കൊടുത്തിരുന്നെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം ഇത്തരം പിന്നെ രഥങ്ങൾ കൊടുത്തിട്ടുള്ള പല്ലക്കുകൾ വയ്ക്കുന്നതൊക്കെ നമുക്ക് വേണമെങ്കിൽ കണക്കിലെടുക്കാം. അന്നത്തെ കാലഘട്ടത്തിൽ അതെല്ലാമായിരുന്നു വാഹനം എന്ന് പറയുന്നത്. അപ്പം നമ്മളത് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ നേരത്തെ വായുകോൺ പ്രിഫർ ചെയ്യാൻ പറഞ്ഞതിനൊപ്പം തന്നെ ഇതിൻ്റെ ഓരോ പൊസിഷനിലും ഓരോരോ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് പാടില്ലാത്തതായിട്ടുള്ള പൊസിഷനുമുണ്ട്. അപ്പം അത്തരത്തിലൊരു പൊസിഷനെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.